ഹരി ഓം ഹരി ഓം. ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിരയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേയദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ശ്രീ ധന്വന്തരമൂർത്തയേ നമഃ.
ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഹരി ഓം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം 13-ാം അധ്യായം 22 ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. തുടർന്ന് കാണണം. നമുക്ക് 11-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. 11-ാം ശ്ലോകം മുതൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ സപ്തമസ്കന്ധേ 13-ോऽധ്യായഃ. നാരദ ഉവാച. അത്രാപ്യുദാഹരന്തീമം ഇതിഹാസം പുരാതനം പ്രഹ്ലാദസ്യ ച സംവാദം മുനിരാജകരസ്യ ച തം ശയാനന്തരോപസ്ഥേ കാവേര്യാം സഹ്യസാനുനി രജസ്വലൈസ്തനൂദേശൈർനിഗൂഢാമലതേജസം ദദർശ ലോകാൻ വിചരൻ ലോകതത്വവിവിൽസയാ വൃതോ അമാത്യൈഃ കതിപയൈഃ പ്രഹ്ലാദോ ഭഗവത്പ്രിയഃ കർമ്മണാ ആകൃതിഭിർവാചാ ലിംഗൈർവർണ്ണാശ്രമാദിഭിഃ ന വിദന്തി ജനായം വൈ സോऽസൗ ഇതി ന വേദി ച തം നത്വാഭ്യർച്ച്യ വിധിവത് പാദയോ ശിരസാ സ്പൃശൻ വിവത്സുരിതമപ്രാക്ഷീത മഹാഭാഗവതോ അസുരഃ ബിഭർഷികായം തീവാനം സോദ്യമോ ഭോഗവാൻ യഥാ വിത്തം ചൈവോദ്യമവതാം ഭോഗോ വിത്തവതാമിഹ ഭോഗിനാം ഖലു ദേഹോയം പീവാ ഭവതി നാന്യതാ ന തേ ശയാനസ്യ നിരുദ്യമസ്യ ബ്രഹ്മന്നുഹാർത്തോ യതയേവ ഭോഗഃ അഭോഗിനോയം തവ വിപ്രദേഹഃ പീവാ യതസ്തദ്വത ന ക്ഷമം ചേത് കവികൽപോ നിപുണദൃക്ക് ചിത്രപ്രിയകഥഃ സമഃ ലോകസ്യ കുർവത കർമ്മ ശേഷേ തദ്വീക്ഷിതാപി വാ. നാരദ ഉവാച. സ ഇത്തം ദൈത്യപതിനാ പരിപൃഷ്ടോ മഹാമുനിഃ സ്മയമാനസ്തമഭ്യാഹ തദ്വാഗമൃതയന്ത്രിതഃ. ബ്രാഹ്മണ ഉവാച. വേദേദമസുരശ്രേഷ്ഠ ഭവാൻ നനു ആര്യസമ്മതഃ ഈഹോ പരമയോർനൃണാം പദാനി അധ്യാത്മചക്ഷുഷാ യസ്യ നാരായണോ ദേവോ ഭഗവാൻ ഹൃദ്ഗതഃ സദാ ഭക്ത്യാ കേവലയാ ജ്ഞാനം ദുനോതി ദ്വാന്തമർക്കവത് അഥാപി ബ്രൂമഹേ പ്രശ്നാൻ തവ രാജൻ യഥാ ശ്രുതം സംഭാവനീയോ ഹി ഭവാൻ ആത്മനഃ ശുദ്ധിമിച്ഛതാം തൃഷ്ണയാ ഭവവാഹിന്യാ യോഗ്യൈ കാമൈരപൂരയാ കർമാണി കാര്യമാണോഹം നാനായോനിഷു യോജിതഃ യദൃച്ഛയാ ലോകമിമം പ്രാപിതഃ കർമ്മഭിർഭ്രമൻ സ്വർഗാപവർഗയോർദ്വാരം തിരശ്ചാം പുനരസ്യ ച അത്രാപി ദമ്പതീനാം ച സുഖായാന്യാപനുത്തയേ കർമാണി കുർവതാം ദൃഷ്ട്വാ നിവൃത്തോസ്മി വിപര്യം സുഖം അസ്യാത്മനോ രൂപം സർവേഹോപരതി സ്തനുഃ മനഃസംസ്പർശജാൻ ദൃഷ്ട്വാ ഭോഗാൻ സ്വപ്സ്യാമി സംവിശൻ ഇത്യേതദാത്മനഃസ്വാർത്ഥം സന്തം വിസ്മൃത്യ വൈപുമാൻ വിചിത്രാം അസതിദ്വൈതേ ഘോരാം ആപ്നോതി സംസൃതിം ജലം തദുദ്ഭവൈശ്ചന്നം ഹിത്വാജ്ഞോ ജലകാമ്യയ മൃഗതൃഷ്ണാമുപാധാവേത് യഥാ അന്യത്ര അർത്ഥദൃക്സ്വതഃ ദേഹാദിഭിർദൈവതന്ത്രൈരാത്മനഃ സുഖമീഹതഃ ദുഃഖാത്യയം ജാനീശസ്യ ക്രിയാമോഘാ കൃതാ കൃതാഃ ആധ്യാത്മികാദിഭിർദുഃഖൈരവിമുക്തസ്യ കർഹിചിത് മർത്യസ്യ കൃച്ഛ്രോപനതൈഃ അർത്ഥൈ കാമൈഃ ക്രിയേത കിം പശ്യാമി ധനിനാം ക്ലേശം ലുബ്ധാനാം അജിതാത്മനാം ഭയാദലബ്ധനിദ്രാണാം സർവതോ അഭിവിശങ്കിനാം രാജതശ്ചോരതഃ ശത്രോഃ സ്വജനാത് പശുപക്ഷിതഃ അർത്തിഭ്യഃ കാലതഃ സ്വസ്മാത് നിത്യം പ്രാണാർത്തവദ്ഭയം ശോകമോഹഭയക്രോധരാഗക്ലൈബ്യശ്രമാദയഃ
യന്മൂലാസ്യുർനൃണാം ജഹ്യാത് സ്പൃഹാം പ്രാണാർത്ഥയോർബുധഃ മധുകാരമഹാസർപ്പൗ ലോകേസ്മിന്നോ ഗുരുത്തമൗ വൈരാഗ്യം പരിതോഷം ച പ്രാപ്താ യശിക്ഷയാ വയം വിരാഗഃ സർവകാമേഭ്യഃ ശിക്ഷിതോ മേ മധുവ്രതാത് കൃച്ഛ്രാപ്തം മധുവദ്വിത്തം ഹത്വാപ്യന്യോ ഹരേത് പതിം അനീഹഃ പരിതുഷ്ടാത്മാ യദൃച്ഛോപനദാദഹം നോ ചേച്ഛയേ ബഹ്വാനി മഹാഹിരിവ സത്വവാൻ ക്വചിദൽപം ക്വചിത് ഭൂരി ഭുഞ്ജേന്നം സ്വാദ്വസ്വാദുവ ക്വചിത് ഭൂരി ഗുണോപേതം ഗുണഹീനം ഉത ക്വചിത് ശ്രദ്ധയോ ബാഹൃതം ക്വാപി കഥാചിന്മാനവർജിതം ഭുഞ്ജേ ഭുക്ത്വാ തകസ്മിൻശ്ചിത് ദിവാനക്തം യദൃച്ഛയാ ക്ഷൗമം ദുകൂലമജിനം ക്ഷീരം വൽക്കലമേവ വാ വസേ അന്യദപി സംപ്രാപ്തം ദിഷ്ടഭുക്തുഷ്ടധീരഹം ക്വചിത് ശയേതരോപസ്ഥേ തൃണപർണാശ്മഭസ്മസു ക്വചിത് പ്രാസാദപര്യങ്കേ കശിപൗ വാ പരേച്ഛയാ ക്വചിത് സ്നാദോനുലിപ്താംഗഃ സുവാസാസ്രഗ്വ്യലങ്കൃതഃ രഥേ ബാശ്വൈശ്ചരേ ക്വാപി ദിഗ്വാസാഗ്രഹവദ്വിഭോ നാഹം നിന്ദേ ന ച സ്തൗമി സ്വഭാവവിഷമം ജനം ഏതേഷാം ശ്രേയ ആശാസേ ഉതൈകാത്മ്യം മഹാത്മനി വികൽപ്പം ജുഹുയാച്ചിത്തൗ താം മനസ്യർത്ഥവിഭ്രമേ മനോവൈകാരികേ ഹുത്വാ തന്മായായാം ജുഹോത്യനു ആത്മാനുഭൂതൗ താം മായാം ജുഹുയാത് സത്യദൃങ്മുനിഃ തതോ നിരീഹോ വിരമേത് സ്വാനുഭൂത്യാത്മനി സ്ഥിതഃ സ്വാത്മവൃത്തം മയേത്തം തേ സുഗുപ്തം അപി വർണ്ണിതം വിഭേദം ലോകശാസ്ത്രാഭ്യാം ഭവാൻ ഹി ഭഗവത്പരഃ നാരദ ഉവാച ധർമ്മം പാരമഹംസ്യം വൈ മുനേഃ ശ്രുത്വാ സുരേശ്വരഃ പൂജയിത്വാ തതഃ പ്രീതഃ ആമന്ത്ര്യ പ്രയയൗ ഗൃഹം. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ യുധിഷ്ഠിര നാരദ സംവാദേ യതി ധർമ്മേ ത്രയോദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. വൈകി വന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ സപ്തമസ്കന്ധത്തിലെ 13-ാം അധ്യായം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വർണ്ണാശ്രമധർമ്മങ്ങൾ 11-ാം അധ്യായം മുതൽ ആരംഭിച്ചു. ഈ 13-ാം അധ്യായത്തിൽ സന്യാസധർമ്മം ഇന്നലെ 11 മുതൽ 22 വരെയുള്ള 12 ശ്ലോകങ്ങളാണ് കണ്ടത്. അപ്പോൾ സന്യാസധർമ്മം നാരദ മഹർഷി യുധിഷ്ഠിരന് പറയുന്ന കൂട്ടത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അവ്യക്തലിംഗോ വ്യക്താർത്ഥോ മനീഷി ഉന്മത്ത ബാലവത് കവിർ മൂകവതാത്മാനം സദൃഷ്ട്യാ ദർശയേ നൃണാം. ലോകത്തിലെ മനുഷ്യന്മാരുടെ മുമ്പിൽ താൻ വലിയ കേമനാണെന്ന് നടിക്കാതെ തൻ്റെ ലക്ഷണങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ താൻ സന്യാസിയാണ്, ജ്ഞാനിയാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ആ അഭിമാന ലക്ഷണങ്ങളെയെല്ലാം ത്യജിച്ച് അവ്യക്തലിംഗനായി വ്യക്താർത്ഥ വ്യക്തമായ പുരുഷാർത്ഥം സാധിച്ചവനായി
മനസ്സിനെ നിയന്ത്രിക്കുന്നവനായി ഒരു ഉന്മത്തനെ പോലെയോ ബാലനെ പോലെയോ ഒരു മൂക്കനെ പോലെയോ കവിയാണെങ്കിലും പണ്ഡിതനാണെങ്കിലും ഒന്നും അറിയാത്ത മൂഢനെ പോലെ നരന്മാർക്ക് തന്നെ ദർശയേത്, തന്നെ പ്രദർശിപ്പിക്കണം എന്ന് വെച്ചാൽ ആർക്കും മനസ്സിലാകാൻ പാടില്ല താൻ ആരാന്ന്. അങ്ങനെ ലോകബാഹ്യനായി സഞ്ചരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് ദൃഷ്ടാന്തമായിട്ട് ഒരു കഥ, ഇതിഹാസം പറയാൻ ആരംഭിച്ചതാണ്. അത്രാപി ഉദാഹരന്തി ഇമം ഇതിഹാസം പുരാതനം. ഈ അവധൂത വൃത്തിയെക്കുറിച്ച് പൂർവീകരായിട്ടുള്ള മഹാത്മാക്കൾ ഒരു ഇതിഹാസം പറയാറുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാമെന്ന് നാരദൻ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രഹ്ലാദനും ആജകരനായ മുനിയുമായിട്ടുള്ള സംവാദം. ആജകരൻ എന്നാൽ അജകരത്തെ പോലെ ജീവിക്കുന്നവൻ, അജകരം പെരുമ്പാമ്പ്. അപ്പോൾ പെരുമ്പാമ്പ് എങ്ങനെയാണോ ഒരു അധ്വാനവുമില്ലാതെ ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കാതെ അതിൻ്റെ അടുത്തേക്ക് വരുന്ന അതിൻ്റെ വായിൽ വന്ന് വീഴുന്ന ഭക്ഷണം മാത്രം ഭക്ഷിക്കുന്നത്, അതുപോലെ അജകര വൃത്തി അനുഷ്ഠിക്കുന്ന ഒരു മഹാത്മാവ്, അദ്ദേഹവും പ്രഹ്ലാദനുമായിട്ടുള്ള സംവാദത്തെ പറയാം എന്ന് പറഞ്ഞ് ആ കഥ പറയുകയാണ്. സഹ്യപർവ്വതത്തിന്റെ സാനുവിൽ കാവേരി തീരത്ത് ഭൂമിയിൽ ശയിക്കുന്നവനായി ശരീരം മുഴുവൻ ധൂളികളെല്ലാം അണിഞ്ഞവനായി തന്റെ തേജസ് പ്രകടമാക്കാതെ നിഗൂഢമാക്കി വെച്ചിരിക്കുന്ന അദ്ദേഹത്തെ, ആ മഹാത്മാവിനെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് പ്രഹ്ലാദൻ കുറച്ച് അമാത്യന്മാരുമായി സഞ്ചരിക്കുമ്പോൾ വഴിയിൽ വെച്ച്, കാട്ടിൽ വെച്ച് ഈ മഹാത്മാവിനെ ദർശിച്ചു. ദദർശ. ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹം ഇന്ന ആളാണ് എന്ന് സൂചിപ്പിക്കുന്ന കർമ്മമോ ആകൃതിയോ വാക്കോ അടയാളങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിൽ കാണാനില്ല. അതുകൊണ്ട് ഇന്ന ആളാന്ന് ആർക്കും അദ്ദേഹത്തെ ഒന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും പ്രഹ്ലാദന്റെ സംസ്കാരം കൊണ്ട് അദ്ദേഹം ഈ മഹാത്മാവിനെ വേണ്ട രീതിയിൽ പാദങ്ങളെ ശിരസിനെ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് വിധിപ്രകാരം അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തോട് തത്വമറിയാനായിക്കൊണ്ട് ആ മഹാഭാഗവതനായിട്ടുള്ള പ്രഹ്ലാദൻ അപ്രാക്ഷീത് ചോദ്യം ചെയ്തു. എന്താണ് ചോദ്യം? അങ്ങ് തടിച്ച ശരീരം ധരിച്ചിരിക്കുന്നു, നല്ല ഭോഗവാനെ പോലെ ഉദ്യമം ചെയ്ത് ഭോഗങ്ങൾ സമ്പാദിച്ച് ഭോഗങ്ങൾ അനുഭവിക്കുന്ന ഒരാളെ പോലെ അങ്ങയുടെ ശരീരം വളരെ തടിച്ചിരിക്കുന്നു. എന്നാൽ ധനം ആർക്കാണുള്ളത്? ഉദ്യമം ചെയ്യുന്നവർക്കാണ് വിത്തമുള്ളത്. അതുകൊണ്ട് തന്നെ ഭോഗങ്ങൾ വിത്തവാന്മാർക്ക് ഉള്ളതാണ്. അങ്ങനെയുള്ള ഭോഗികൾക്കാണ് നല്ല തടിച്ച പീവാ ആയിരിക്കുന്ന ദേഹമുണ്ടാവുക, അന്യത. പക്ഷേ ഒരു ഉദ്യമവുമില്ലാതെ ശയിക്കുന്നവനായ അങ്ങേക്ക് ധനമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങേക്ക് ഭോഗങ്ങളും ഉണ്ടാകാൻ വഴിയില്ലല്ലോ. അപ്പോൾ അങ്ങയുടെ അഭോഗിയായ അങ്ങയുടെ ദേഹം പീവാ വളരെ തടിച്ചിരിക്കുന്നുവല്ലോ, എന്താ കാരണം? അപ്പോൾ ഒരു അധ്വാനവുമില്ലാതെ ധനമില്ലാതെ കാര്യമായിട്ടുള്ള പോഷകാഹാരമൊന്നുമില്ലാതെ അങ്ങയുടെ ശരീരം എന്തുകൊണ്ടാണ് ഇങ്ങനെ തടിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് കേൾക്കാൻ അർഹതയുണ്ടെങ്കിൽ, അങ്ങേക്ക് പറയാൻ സന്മനസ്സുണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ. അങ്ങേ കാണുമ്പോൾ അങ്ങ് എല്ലാറ്റിനും കഴിവുള്ള ആളാണ്, കവിയാണ്, കൽപ്പനാണ്, നിപുണ ദൃഷ്ടിയുള്ളവനാണ്, ചിത്രപ്രിയ കഥനാണ്, എല്ലാവരിലും സമഭാവത്തോടെ നോക്കുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് ഏത് കർമ്മവും നന്നായി ചെയ്യാൻ കഴിയും, മറ്റുള്ളവരെക്കാളൊക്കെ നന്നായിട്ട് ചെയ്യാൻ കഴിയും. എന്നിട്ടും അങ്ങ് മിണ്ടാതെ ശയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ എന്താണ് അങ്ങ് കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഇരുന്നിട്ടും നല്ല ആരോഗ്യവാനായി തടിച്ച ശരീരത്തോടുകൂടി ഇരിക്കുന്നതിന് കാരണം? ഈ ചോദ്യത്തിന്
ആ മുനി മറുപടി പറയുന്നു എന്ന് നാരദ മഹർഷി പറഞ്ഞു. ഇപ്രകാരം ആ ദൈത്യപതിയായ പ്രഹ്ലാദനാൽ ചോദിക്കപ്പെട്ടതായിട്ടുള്ള മഹാമുനി പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, തദ്വാഗ് അമൃത യന്ത്രിത. പ്രഹ്ലാദന്റെ വാക്കുകളാകുന്ന അമൃതത്താൽ യന്ത്രിതനായിട്ട് എന്ന് വെച്ചാലോ വശീകരിക്കപ്പെട്ടിട്ട് അത്ര നന്നായിട്ടാണ് പ്രഹ്ലാദൻ സംസാരിക്കുന്നത്. പ്രഹ്ലാദന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ മൃദുവും വളരെ സൗമ്യവും വളരെ വിനയത്തോടു കൂടിയതും അറിയാനുള്ള ജിജ്ഞാസ നിറഞ്ഞിരിക്കുന്നതുമായിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള പ്രഹ്ലാദന്റെ സംസാരം ആ മുനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അഹങ്കാര ലേശം പോലുമില്ലാതെയാണ് പ്രഹ്ലാദന്റെ സംസാരം. അപ്പൊ അതിന് മറുപടി ബ്രാഹ്മണ ഉവാച, ആ മഹർഷി പറയാൻ ആരംഭിച്ചു. വേദേതമസുരശ്രേഷ്ഠ ഭവാൻ നനു ആര്യസമ്മതഃ ഈഹോ പരമയോർ നൃണാം പദാനി അധ്യാത്മചക്ഷുഷ. ഹേ അസുരശ്രേഷ്ഠ, അങ്ങ് ആര്യസമ്മതനാണ്. മഹാത്മാക്കൾക്ക് ബഹുമാന്യനായിട്ടുള്ള ആളാണ് അങ്ങ്. അങ്ങേക്കിതെല്ലാം അറിയാം. ഈഹയുടെയും ഉപരമത്തിന്റെയും തത്വം, പദാനി അതിന്റെയൊക്കെ ലക്ഷ്യം. ഈഹ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ഉപരമം നിവൃത്തി. അപ്പൊ പ്രവൃത്തി നിവൃത്തികളുടെയൊക്കെ ലക്ഷ്യവും അതിന്റെ തത്വവും എല്ലാം അങ്ങ് അധ്യാത്മ ചക്ഷുസുകൊണ്ട് അറിയുന്ന ആളാണ്. ഏതൊരു അങ്ങയുടെ ഹൃദയത്തിൽ ഭഗവാൻ നാരായണൻ സദാ സ്ഥിതനായിരിക്കുന്നു. ഹൃദ്ഗതഃ സദാ നാരായണോ ദേവഃ ഭഗവാൻ. കേവലയാ ഭക്തിയ, അങ്ങയുടെ കേവലമായ ഭക്തി കൊണ്ട് ഭഗവാൻ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് അങ്ങയുടെ ഹൃദയത്തിലുള്ള സർവ്വ അജ്ഞാനത്തെയും അദ്ദേഹം നശിപ്പിക്കുന്നു, ഭഗവാൻ നശിപ്പിക്കുന്നു. ഇരുട്ടിനെ സൂര്യൻ ഇല്ലാതാക്കും പോലെ ദ്വാന്തം അർക്കവത്. അപ്പോൾ അങ്ങയുടെ ഹൃദയത്തിൽ ആ ഭഗവാൻ നാരായണനാകുന്ന സൂര്യൻ ഇരുന്നു കൊണ്ട് അങ്ങയുടെ ഹൃദയത്തിലെ സകല അജ്ഞാനമാകുന്ന അന്ധകാരത്തെയും നീക്കി തരുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു തരേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങേക്കെല്ലാം അറിയാം. എന്നാലും അതാപി, കാര്യങ്ങള് അങ്ങനെയൊക്കെയാണെങ്കിലും തവ പ്രശ്നാൻ ബ്രൂമഹേ, അങ്ങയുടെ പ്രശ്നങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. യഥാശ്രുതം, ഞാൻ എൻ്റെ പൂർവികന്മാരിൽ നിന്ന് കേട്ടതുപോലെ. എൻ്റെ സ്വന്തം അഭിപ്രായമല്ല, ഇത് പരമ്പരയാ ലഭിച്ച അറിവാണ്. അത് ഞാൻ അങ്ങേക്ക് പകർന്നു തരാം. ഇനി അങ്ങയോട് സംഭാഷണം ചെയ്യുന്നതും അങ്ങയെ ബഹുമാനിക്കുന്നതുമൊക്കെ വാസ്തവത്തില് അന്ധക്കരണ ശുദ്ധിക്ക് സഹായിക്കുന്നതാണല്ലോ. ആത്മനഃ ശുദ്ധിമിച്ഛതാം സംഭാവനീയോ ഹി ഭവാൻ. അവനവന്റെ അന്ധക്കരണത്തിന് ശുദ്ധി ഇച്ഛിക്കുന്നവർക്ക് അങ്ങ് ബഹുമാനിക്കപ്പെടേണ്ടവനാണ്. അങ്ങയോട് സംഭാഷണം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങയുടെ കൂടെ കുറച്ചു നേരം സത്സംഗം ചെയ്താൽ അവരുടെ മനസ്സ് ശുദ്ധമാകും. അതുകൊണ്ട് അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി തന്റെ ആരോഗ്യ രഹസ്യം, തന്റെ എന്താ പറയുക തടിയുടെ രഹസ്യം അല്ലെ, താൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഇങ്ങനെ സന്തുഷ്ടനായി ആരോഗ്യവാനായി ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് പറയുകയാണ് അല്ലെ. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പരസ്യങ്ങൾ പറയാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ പവർ മാൾട്ട് കഴിച്ചിട്ടാണ് എന്റെ ദേഹം ഇങ്ങനെ എന്നൊക്കെ പറയും പോലെ ഇവിടെ ബൂസ്റ്റും പവർ മാൾട്ടും ഒന്നും അല്ല. എന്താണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് അവധൂതൻ ദത്താത്രേയ മഹർഷി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം. തൃഷ്ണയാ ഭവവാഹിന്യാ യോഗ്യൈ കാമൈരപൂരയാ കർമാണി കാര്യമാണോഹം നാനായോനിഷു യോജിതഃ യദൃച്ഛയാ ലോകമിമം പ്രാപിത കർമ്മഭിർഭ്രമൻ സ്വർഗാപവർഗയോർദ്വാരം തിരശ്ചാം പുനരസ്യ ച. തൃഷ്ണയാ ഭവവാഹിന്യാ യോഗ്യൈ കാമൈരപൂരയാ കർമാണി കാര്യമാണോഹം നാനായോനിഷു യോജിതഃ. അദ്ദേഹം തന്റെ ആത്മകഥ
ചുരുക്കി പറയുകയാണ്. നമ്മുടെയൊക്കെ ആത്മകഥ തന്നെയാണിത്. ജന്മജന്മാന്തരങ്ങളിൽ നമ്മൾ നമ്മുടെ തൃഷ്ണകളെ കൊണ്ട് വലിച്ചഴയ്ക്കപ്പെട്ട് സംസാര ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് പല യോനികളിലും കറങ്ങിത്തിരിഞ്ഞ് ഇപ്പതാ ദുർലഭമായിട്ടുള്ള മനുഷ്യദേഹം ലഭിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഭവവാഹിന്യ യോഗ്യൈഹി കാമൈഹി അപൂരയാ തൃഷ്ണയാ കർമാണി കാര്യമാണ് അഹം നാനായോനിഷു യോജിതഃ. അഹം നാനായോനിഷു യോജിതഃ. ഞാൻ പല യോനികളിലും യോജിക്കപ്പെട്ടവനായി എന്ന് പറഞ്ഞാല് പല യോനികളും പല ശരീരങ്ങളും കാലാകാലങ്ങളായി ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആദൗ കർമ്മപ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം. അല്ലെ, ആചാര്യ ഭഗവത്പാദര് ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ പറയും പോലെ കർമ്മപ്രസംഗാത്, അജ്ഞാനം കൊണ്ട് കർമ്മവാസനകൾ കൊണ്ട് അനേക യോനികളിൽ അനേക ഗർഭപാത്രങ്ങളിൽ കിടന്ന് അവിടെയുള്ള യാതനകളൊക്കെ അനുഭവിച്ചു. അതിനെ സൂചിപ്പിക്കുകയാണ് നാനായോനിഷു യോജിത അഹം. നാനായോനികളിൽ ഞാൻ യോജിക്കപ്പെട്ടവനായി. എങ്ങനെ? ഭവവാഹിന്യ തൃഷ്ണയാ. ആ തൃഷ്ണയെ വേറെ വിശേഷിപ്പിച്ചു യോഗ്യൈഹി കാമൈഹി അപൂരയ. അപ്പൊ ഭവവാഹിനി എന്ന് പറഞ്ഞാല് ഭവമാകുന്ന വാഹിനി, സംസാരമാകുന്ന നദി പ്രവാഹം. ഇപ്പൊ സംസാരമാകുന്ന നദീപ്രവാഹത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്നതും യോഗ്യൈഹി കാമൈഹി അപൂരയാ തൃഷ്ണയാ, യോഗ്യങ്ങളായ കാമങ്ങളാൽ. ഇവിടെ കാമങ്ങൾ എന്ന് പറഞ്ഞാൽ വിവിധ വിഷയങ്ങൾ. അപ്പോൾ ഓരോരോ യോഗ്യങ്ങളായ വിഷയങ്ങളാൽ അപൂരയ, അപൂരയ എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കാൻ സാധിക്കാത്തത്, നിറയ്ക്കാൻ സാധിക്കാത്തത്, നിറഞ്ഞു കവിയുകയില്ല. എത്ര കിട്ടിയാലും പിന്നെയും കൊള്ളുന്ന വലിയ നദിയാണ് നമ്മുടെ തൃഷ്ണ എന്നുള്ളതായിട്ടുള്ള നദി. തൃഷ്ണാനദിയില് മുങ്ങിപ്പൊങ്ങിക്കൊണ്ട് നമ്മൾ വലിച്ചഴയ്ക്കപ്പെട്ട് കൊണ്ടുപോവുകയാണ് ഇവിടെ. അപ്പോ ഭവവാഹിന്യാ തൃഷ്ണയ, ഭവവാഹിനി സംസാര പ്രവാഹത്തെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നതായിട്ടുള്ള ആ ആഗ്രഹങ്ങളാകുന്ന നദിയില് അപൂരയാ യോഗ്യൈഹി കാമൈഹി, ഒരിക്കലും മറയ്ക്കാൻ പറ്റാത്തതായിട്ടുള്ള കാമങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടവനായിക്കൊണ്ട് കർമാണി കാര്യമാണ് അഹം, വിവിധങ്ങളായ കർമ്മങ്ങളെ കാര്യമാണ് ചെയ്യുന്നവനായിക്കൊണ്ട്, ചെയ്യിക്കപ്പെട്ടിരുന്നവനായിട്ടുള്ള ഞാൻ. അപ്പൊ ഈ തൃഷ്ണയാണ് എന്നെ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചിരുന്നത്. കാര്യമാണ് എന്ന് പറയുമ്പോൾ ചെയ്യപ്പെടുന്നവൻ. ആരാലാണ് ചെയ്യപ്പെടുന്നത്? തൃഷ്ണയാ. തൃഷ്ണ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുകയായിരുന്നു, പല കർമ്മങ്ങളും ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകില് ആരാണ് നമ്മളെ കർമ്മം ചെയ്യിക്കുന്നത്? നമ്മുടെ തൃഷ്ണകൾ തന്നെയാണ്, നമ്മുടെ കാമങ്ങൾ തന്നെയാണ്, ആഗ്രഹങ്ങൾ തന്നെയാണ്. ആഗ്രഹങ്ങളില്ലാത്തവർക്ക് കർമ്മങ്ങളില്ല. അവര് ശാന്തരായി ഒരു ഭാഗത്തിരിക്കുന്നു. ആഗ്രഹങ്ങള് ശക്തി കൂടുന്തോറും നമ്മളുടെ കർമ്മങ്ങളും വർദ്ധിച്ചു വർദ്ധിച്ചു വരും. നദീ പ്രവാഹത്തില് നല്ലോണം വെള്ളപ്പൊക്കം വരുന്നതായിട്ടുള്ള സമയത്ത് അത് നമ്മളെ എങ്ങനെയാണോ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മളെ വലിച്ചഴച്ചു കൊണ്ടുപോവുക, അതുപോലെയാണ് ഒരിക്കലും വറ്റാത്തതും എന്നാൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാത്തതും നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പ്രവാഹമാണ് ഈ ഭവവാഹിനിയായ തൃഷ്ണ, സംസാരത്തെ വഹിക്കുന്ന തൃഷ്ണ എന്ന നദി. അപ്പൊ ഈ തൃഷ്ണകളാണ് നമ്മളെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഒരു സംശയവും വേണ്ട, നമ്മൾ ഓരോരുത്തരും കർമ്മം ചെയ്യുന്നത് ആരുടെ പ്രേരണ, ആരാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, പ്രചോദിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, കാമം അല്ലെങ്കിൽ തൃഷ്ണ. ഈയൊരു
ബോധം നമുക്ക് എപ്പോഴും വേണം. നമ്മുടെ കാമങ്ങളാണ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കാമങ്ങളാണ് നമ്മളെ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളെ നിർബന്ധിച്ച് ഓരോ കാര്യങ്ങളിലേക്ക് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് ആരാണ് നമ്മളെ പ്രഷറൈസ് ചെയ്യുന്നത്? ഈ കാമങ്ങളാണ്. കാമങ്ങളുടെ പ്രഷർ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവുകയില്ല. അപ്പോ അങ്ങനെ ഞാൻ എന്റെ കാമങ്ങളാൽ വലിച്ചഴയ്ക്കപ്പെട്ട് നാനായോനിഷു യോജിത. ഈ ഒരു ശ്ലോകം തന്നെ നമ്മുടെ സപ്തമസ്കന്ധത്തില് ഊതികൾ അഥവാ കർമ്മവാസനകൾ എന്നുള്ള കാര്യത്തെ സൂചിപ്പിക്കുകയാണ്. ഉദയ കർമ്മവാസന. ഇപ്പൊ കർമ്മവാസനകളെ എങ്ങനെ ക്ഷയിപ്പിക്കാം എന്നാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർമ്മവാസനകളാണ് നമ്മളെ വലിച്ചഴച്ചുകൊണ്ടേയിരുന്നത്. ഒരിക്കലും എന്താ പറയുക, ഒരു കരയ്ക്കും നമ്മളെ അടുപ്പിക്കാതെ ഈ കർമ്മവാസനകളാകുന്ന ആഗ്രഹങ്ങൾ, ഈ തൃഷ്ണയാകുന്ന വാഹിനി, ഭവവാഹിനി നമ്മളെ വലിച്ചഴച്ച് സ്വതന്ത്രമില്ലാതെ മുങ്ങിയും പൊങ്ങിയും പല കല്ലിലും ചെന്ന് ഇടിച്ചും പല ജലജന്തുക്കളുടെ ദംശമേറ്റും അല്ലെ, ഒരു നദീപ്രവാഹത്തില് സ്വാതന്ത്ര്യമില്ലാതെ ഒഴുകുന്നതായിട്ടുള്ള ഒരു ജന്തുവിന് എവിടെയൊക്കെ എന്തൊക്കെ ആപത്തുകൾ വരാം. ചുഴികളിൽപ്പെട്ട് വട്ടം കറങ്ങാം, ജലപ്രവാഹത്തിലുള്ളതായിട്ടുള്ള ജന്തുക്കളുടെ കടികളെ ഏൽക്കാം, വല്ല പാറക്കെട്ടുകളിൽ ചെന്ന് ഇടിച്ച് വേദനിക്കാം, ശരീരം മുഴുവൻ നുറുങ്ങാം, പലതരത്തില് മുങ്ങിപ്പൊങ്ങി വെള്ളം കുടിക്കാം, അല്ലെ, ശ്വാസം മുട്ടാം. ഇതുപോലെയാണ് നമ്മളുടെ ഇത്രയും കാലത്തെ യാത്ര. ഒരുപാട് കറങ്ങിത്തിരിഞ്ഞു നമ്മള് ഈ തൃഷ്ണാപ്രവാഹത്തിൽ പെട്ടിട്ട് ഉച്ച നീചത്വങ്ങളുള്ള യോനികളിൽ, നാനാ യോനിഷു യോജിത. എന്നിട്ടോ യദൃച്ഛയാലോകമിമം പ്രാപിത കർമ്മബിർഭ്രമന് സ്വർഗാപവർഗയോർദ്വാരം തിരശ്ചാം പുനരസ്യ ച. അങ്ങനെ നമ്മള് കർമ്മബിർഭ്രമന്, നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് ഭ്രമിക്കുന്നവനായിട്ട്, കർമ്മവാസനകളെ കൊണ്ട് പല യോനികളിൽ കറങ്ങിത്തിരിയുന്നവനായിട്ട് ചുറ്റിത്തിരിഞ്ഞ് അഹം യദൃച്ഛയാ ഇമം ലോകം പ്രാപിത. യദൃച്ഛയ എങ്ങനെയെന്നറിയില്ല, യാദൃച്ഛികമായി എന്ന് പറയണു. ഈശ്വരേച്ഛ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതോ പുണ്യം കൊണ്ട്, എങ്ങനെയെന്ന് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെയോ ആകസ്മികമായിട്ടിതാ ഈ ലോകം പ്രാപിച്ചു. ഈ ലോകം എന്നാൽ ഈ മനുഷ്യലോകം, ഈ മനുഷ്യ ശരീരം ലഭിച്ചിരിക്കുന്നു എന്നർത്ഥം. പ്രാപിത. ഇതെന്തിനുള്ളതാണ് ഈ മനുഷ്യ ശരീരം? സ്വർഗാപവർഗയോഹോ തിരശ്ചാം പുനഃ അസ്യ ച ദ്വാരം. ദ്വാരം എന്ന് പറഞ്ഞാല് കവാടമാണ് ഈ ലോകം. ഏത് ലോകം? ഈ മർത്യലോകം. എവിടേക്ക് വേണമെങ്കിൽ പോകാവുന്നൊരു ജംഗ്ഷനാണ്. ഇവിടുന്ന് 3 വഴിക്ക് പോകാം. ഒന്ന് സ്വർഗത്തിലേക്കുള്ള വഴി, മറ്റൊന്ന് അപവർഗത്തിലേക്കുള്ള വഴി, മറ്റൊന്ന് തിര്യക്കുകൾക്കുള്ളതായിട്ടുള്ള വഴി. ഇവിടെ തിര്യക്ക് എന്ന് പറയുന്നത് നരകയോനികൾ, നരകാനുഭവങ്ങൾ, ദുഃഖം കൂടിയതായിട്ടുള്ള സ്ഥാനങ്ങൾ, തിര്യക്കുകളുടെ അവസ്ഥ. സ്വർഗം എന്ന് പറഞ്ഞാൽ ദേവന്മാരൊക്കെ സുഖിക്കുന്നതായിട്ടുള്ള ലോകം. അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിൻ്റെതായിട്ടുള്ള മാർഗം. ഇത് 3ലേക്കും പോകുന്ന വഴികളുണ്ട് ഇവിടെ. ഒരു 3ഉം കൂടിയ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് മനുഷ്യ ശരീരം എന്നുള്ളത്. ഈ ഒരു 3ഉം കൂടിയ ജംഗ്ഷനാണ്. അതിൽ 3 ഭാഗത്തേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. മോക്ഷമാർഗം, സുഖഭോഗങ്ങളിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള മാർഗം, നരകത്തിലേക്കുള്ള വഴി. ഏതാ തെരഞ്ഞെടുക്കുക? ബുദ്ധിമാന്മാരായിട്ടുള്ളവര്, ചിന്തിക്കാത്തവര് നേരെ സ്വർഗത്തിലേക്കുള്ള വഴി തെരഞ്ഞെടുക്കും. അവർക്ക് അതിനുള്ള അർഹത ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അവിടെ പോയാലും കുറച്ചു കാലം തന്റെ പുണ്യമെല്ലാം അനുഭവിച്ച് വീണ്ടും
പാപങ്ങൾ അനുഭവിക്കാനായി നരകയോനികളിലേക്ക് വരും. അപ്പോൾ പുണ്യലോകങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വർഗലോകത്തിലേക്ക് പോയാൽ വീണ്ടും തിരിച്ചു വരുന്നത് എവിടേക്കാണ്? തിരശ്ചാം ലോകം, തിരശ്ചീനമായി സഞ്ചരിക്കുന്നതായിട്ടുള്ള തിര്യക്കുകളുടെ ലോകത്തിലേക്ക്, ജന്തുക്കളുടെ ലോകത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. കൂടുതൽ ആളുകളും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗദ്വാരത്തിലേക്ക് പോകും, എന്നിട്ട് തിരിച്ചു വീണ്ടും നരകത്തിലേക്ക് തന്നെ വരും. ഇങ്ങനെ സ്വർഗം നരകം, സ്വർഗം നരകം, സ്വർഗം നരകം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആരും അപവർഗത്തിന്റെ മാർഗത്തിലേക്ക് തിരിയുന്നില്ല. അപവർഗം മോക്ഷം, അപവർഗങ്ങളില്ലാത്ത സ്ഥാനം, അതിലേക്ക് തിരിയുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. ഇതൊക്കെ അനുഭവിച്ച് മതിയായി വിരക്തി വന്നവരാണ് മോക്ഷമാർഗത്തിലേക്ക് തിരിയുക. കാരണം മോക്ഷമാർഗം അത്ര ആകർഷണീയമായിട്ട് തോന്നില്ല അല്ലേ? ഇത് കഠോപനിഷത്തില് യമധർമ്മൻ നചികേതസിനോട് പറയും, നമ്മളെ മനുഷ്യന്മാർക്ക് 2 വഴികൾ നമ്മളെ മാടി വിളിക്കുന്നു. ശ്രേയശ്ച പ്രേയശ്ച, ശ്രേയസ്സും പ്രേയസ്സുമാകുന്ന വഴികൾ. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ടുള്ള മോക്ഷത്തിലേക്കുള്ളതായിട്ടുള്ള വഴി. പ്രേയസ് എന്ന് പറഞ്ഞാൽ, പ്രയോമാർഗം എന്ന് പറഞ്ഞാൽ തൽക്കാലം നമ്മളെ ആകർഷിക്കുന്നതായിട്ടുള്ള സുഖഭോഗങ്ങളുടേതായിട്ടുള്ള മാർഗം. അപ്പൊ ഈ ലോകത്തിലും പരലോകത്തിലും സുഖങ്ങൾ അനുഭവിക്കുവാനുള്ള മാർഗമാണ് പ്രേയോമാർഗം. ഇതിൽ നിന്നെല്ലാം ആത്യന്തികമായിട്ടുള്ള ശ്രേയസ്സിലേക്ക്, മുക്തിയിലേക്ക് നയിക്കുന്ന മാർഗമാണ് ശ്രേയോമാർഗം. പക്ഷെ ഈ 2 മാർഗവും നമ്മളെ മാടി വിളിക്കുമ്പോൾ ഭൂരിപക്ഷം ജനങ്ങളും മൂഢന്മാരൊക്കെ പ്രയോമാർഗത്തിലൂടെ പോയി വീണ്ടും വീണ്ടും ജനിച്ചു മരിച്ച് എനിക്ക് പണി തന്നുകൊണ്ടേയിരിക്കണമെന്നാണ് യമധർമ്മരാജാവ് പറയുന്നത്. ഇവരെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് ഞാൻ വിചാരിച്ചാലും അവര് രക്ഷപ്പെട്ടു പോകുന്നില്ല. അവർ വീണ്ടും വീണ്ടും എന്റെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. പുനഃ വശമാകച്ചതേ മേ എന്നാണ് യമധർമ്മരാജാവ് പറയുന്നത്. പുനഃ വശം ആഗച്ഛതേ മേ വശം ആഗച്ഛതേ. എന്റെ വശത്തേക്ക് തന്നെ അവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കണം. എന്റെ ലിസ്റ്റിൽ നിന്ന് ഇവരുടെ പേര് വെട്ടാനായിട്ട് ഇവര് സമ്മതിക്കുന്നില്ല. ശ്രേയോമാർഗത്തിലൂടെ പോയാൽ മാത്രമേ നരകത്തിൽ വരാതെ അല്ലെങ്കിൽ യമലോകത്തേക്ക് വരാതെ മരണമില്ലാത്തതായിട്ടുള്ള അവസ്ഥ അവർക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷെ അവരത് അറിയുന്നില്ല. തൽക്കാലം പ്രിയമായിട്ടുള്ള മാർഗത്തിലൂടെ പോയി വീണ്ടും ദുരിതങ്ങൾ അനുഭവിക്കാൻ എന്റെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെ സ്വർഗ അപവർഗങ്ങളുടെയും തിര്യക് യോനികളിലേക്കും ഉള്ളതായിട്ടുള്ള ദ്വാരമാണ് ഈ മനുഷ്യ ശരീരം, ഈ മനുഷ്യലോകം. അത് ഞാൻ എങ്ങനെയോ വന്ന് പ്രാപിച്ചു. എവിടെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ ഈ ജംഗ്ഷനിലാണ് ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ മനുഷ്യ ശരീരമാകുന്ന ഒരു കവലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് എവിടേക്കാ പോണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഭൂരിപക്ഷം ആളുകളും പോകുന്നു. അപ്പൊ ആ ഒഴുക്കിനനുസരിച്ച് നമ്മളും പോയാലോ? തീർച്ചയായിട്ടും നമ്മളും അവർ പോകുന്ന നരകലോകങ്ങളിലേക്ക് പോകാം. അതുകൊണ്ട് ഒഴുക്കിൽ പെടാതെ നോക്കുകയാണ് വേണ്ടത്. ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെടാനായിക്കൊണ്ട് അതിനായിട്ടാണ് ശ്രമം ചെയ്യേണ്ടത് എന്ന് പറയാം. അപ്പൊ എന്തായാലും ഇപ്പൊ തൽക്കാലം ഈ മനുഷ്യ ശരീരത്തില് എത്തിയിരിക്കണം. അത്രാപി ദമ്പതീനാം ച സുഖായ അന്യാപനുത്തയേ കർമാണി കുർവതാം ദൃഷ്ട്വാ നിവൃത്തോസ്മി വിപര്യം. അത്രാപി ദമ്പതീനാം ച സുഖായ അന്യാപനുത്തയേ കർമാണി കുർവതാം ദൃഷ്ട്വാ നിവൃത്തോസ്മി വിപര്യം. അത്രാപി ഈ മനുഷ്യ ശരീരത്തിൽ വന്നപ്പോഴും ഇവിടെയും സുഖായ അന്യ അപനുത്തയെ കർമാണി കുർവതാം ദമ്പതീനാം വിപര്യം ദൃഷ്ട്വാ നിവൃത്തഃ അസ്മി. അഹം നിവൃത്തഃ അസ്മി, ഞാൻ നിവൃത്തനായി തീർന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി, മറ്റുള്ളവരെല്ലാവരും ചെയ്യുന്ന അതേ കർമ്മമല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ അതിൽ നിന്നെല്ലാം നിവൃത്തനായി ഭവിച്ചു എന്നാണ്. എന്ത് കണ്ടിട്ട്? ദൃഷ്ട്വാ എന്ന് പറയണ്ടേ. എന്താ കണ്ടത്? സുഖായ അന്യ അപനുത്തയെ കർമാണി കുർവതാം ദമ്പതീനാം വിപര്യം ദൃഷ്ട്വ.
അപ്പോൾ ഇവിടെ ദമ്പതികളായിട്ട് ഭാര്യാഭർത്താക്കന്മാരായി ചേർന്ന് സ്ത്രീ പുരുഷന്മാരായിട്ട് ഉള്ള ആളുകള് സുഖം പ്രാപിക്കാനായിക്കൊണ്ടും അന്യ അപനുക്തയെ, അന്യ അപനുക്തി എന്ന് പറഞ്ഞാലോ സുഖത്തിന്റെ അന്യത എന്താണ്? ദുഃഖം. അപ്പൊ ദുഃഖത്തിന്റെ അപനുക്തി എന്ന് പറഞ്ഞാൽ അപനോദനം എന്ന് പറഞ്ഞാൽ നീക്കിക്കളയ, നിവാരണം. അപ്പൊ ദുഃഖ നിവാരണത്തിനും സുഖപ്രാപ്തിക്കുമായിക്കൊണ്ട് കർമാണി കുർവതാം, നിരന്തരം കർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നവരായ ദമ്പതീനാം, വിവാഹ ജീവിതം നയിക്കുന്ന, ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നതായിട്ടുള്ള ആളുകളെ കണ്ടിട്ട് വിപര്യം ദൃഷ്ട്വ, അവർക്കൊക്കെ വിപരീതമായിട്ടാണ് അനുഭവം കാണുന്നത്. വിപര്യം എന്ന് പറഞ്ഞാൽ വിപരീത ഫലം. അവർ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? സുഖായ ദുഃഖനിവൃത്തയെ, അല്ലെ? എല്ലാവരും പ്രവർത്തിക്കുന്നത് സുഖം പ്രാപിക്കാനും ദുഃഖമില്ലാതെയാക്കാനുമാണ്. പക്ഷെ ഞാൻ കാണുന്നത് ഇവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടും അവര് സുഖം പ്രാപിക്കുന്നുമില്ല, അവരുടെ ദുഃഖം ഒഴിഞ്ഞു പോകുന്നും ഇല്ല. നമ്മള് വിദുര മഹാശയൻ പറഞ്ഞ അതേ ആശയം തന്നെ. തൃതീയ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായത്തില് ആരംഭത്തില് വിദുര മഹാശയൻ മൈത്രേയ മഹർഷിയെ കണ്ട് ചോദിക്കുന്നില്ലേ, സുഖായ കർമാണി കരോതി ലോകഃ നതൈ സുഖം വാന്യതുപാരമം വാ വിന്ദേത ഭൂയത്തതയേവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വദേന്ന. ലോകത്തിലെല്ലാവരും സുഖത്തിനായി കൊണ്ട് കർമ്മം ചെയ്യുന്നു, എന്നാൽ ആർക്കും സുഖം കിട്ടുന്നതായിട്ട് കാണുന്നില്ല. എല്ലാവരും വീണ്ടും വീണ്ടും വർദ്ധിച്ച ദുഃഖത്തെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ഈ വിഷയത്തിൽ എന്താണ് യുക്തമായിരിക്കുന്നത് അങ്ങ് പറഞ്ഞു തരൂ എന്ന് ആ വിദുര മഹാശയൻ ചോദിച്ച അതേ ആശയമാണ് ഇവിടെ പറയുന്നത്. ആളുകള് വിവാഹാദികൾ ചെയ്ത് ദമ്പതികളായി സന്തതികളെ ജനിപ്പിച്ച് ഗൃഹസ്ഥാശ്രമികളായിക്കൊണ്ട് സുഖത്തിനായിക്കൊണ്ട് പല കർമ്മങ്ങളും ചെയ്യുന്നു. ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുന്നത്. പക്ഷെ എവിടെ നോക്കിയാലും അതിന് വിപരീതമായിട്ടാണ് അവർക്ക് ഫലമുണ്ടാകുന്നത്. അപ്പോ ദമ്പതീനാം വിപര്യം ദൃഷ്ട്വ, വിപരീത ഭാവത്തെ കണ്ടിട്ട് അഹം നിവൃത്ത അസ്മി, ഞാന് ഇനി അവരെ പോലെ വിഡ്ഢികളാവണമെന്ന് കരുതിയില്ല. അവര് ചെയ്യുന്നതന്നെ ചെയ്തുകൊണ്ടിരുന്ന അവർക്കുള്ള അനുഭവമായിരിക്കും എനിക്ക്. അവര് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സുഖത്തിനായിക്കൊണ്ട് ദുഃഖ നിവൃത്തിക്കായിക്കൊണ്ട്. അതേ കർമ്മം ഞാനും ചെയ്താൽ തീർച്ചയായിട്ടും എനിക്കും അവരുടെ അനുഭവം തന്നെയായിരിക്കും, വിപരീത ഫലം തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കി ഞാന് വിവേകം ഉപയോഗിച്ചുകൊണ്ട് കർമ്മങ്ങളിൽ നിന്ന് നിവൃത്തനായി. ഞാൻ എന്താ മനസ്സിലാക്കിയത്? എവിടെയാണ് സുഖമുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കി. അതാണ് അടുത്ത ശ്ലോകം. സുഖം അസ്യാത്മനോരൂപം സർവേഹോപരതിസ്തനുഃ മനഃസംസ്പർശജാൻ ദൃഷ്ട്വാ ഭോഗാൻ സ്വപ്സ്യാമി സംവിശൻ. സുഖം അസ്യാത്മനോരൂപം സർവേഹോപരതിസ്തനുഃ മനഃസംസ്പർശജാൻ ദൃഷ്ട്വാ ഭോഗാൻ സ്വപ്സ്യാമി സംവിശൻ. സുഖം അസ്യ ആത്മനഃ രൂപം, അസ്യ ആത്മനഃ രൂപം സുഖം. വാസ്തവത്തിൽ സുഖം എവിടെയാണ് ഇരിക്കുന്നത്? എന്താണ് സുഖം? നമ്മുടെ സ്വരൂപമാണ് സുഖം. സുഖം അസ്യ ആത്മനഃ രൂപം, നമ്മുടെ ആത്മാവിന്റെ സ്വരൂപമാണ് സുഖം. സച്ചിദാനന്ദമാണ്, ആനന്ദമാണ് നമ്മുടെ സ്വരൂപം. അത് വേറൊരു വസ്തുവിനെ ആശ്രയിച്ചിട്ടല്ല ഇരിക്കുന്നത്, അത് നമ്മുടെ സ്വരൂപമാണ്. നമ്മൾ വേറൊരു വസ്തുവിനെ ആശ്രയിക്കുമ്പോൾ അത് ദുഃഖമാണ്. അപ്പൊ അവനവന്റെ സ്വരൂപമാണ് സുഖം എന്ന് ഞാൻ മനസ്സിലാക്കി. അസ്യ ആത്മനഃ രൂപം സുഖം. സർവ ഈഹോപരതി തനുഹു, സർവ ഈഹകളിൽ നിന്നുള്ള ഉപരതി അത് തനുഹു, തനുതേ എന്നർത്ഥം. സർവ ഈഹ, ഈഹ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ, അതിൽ നിന്നുള്ള ഉപരതി നിവൃത്തി. എല്ലാ കർമ്മങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള നിവൃത്തിയാണ് തനുഹു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വരൂപത്തെ അത് തനോതി, അത് വിസ്തരിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. നമ്മൾ കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോഴാണ് നമ്മുടെ സ്വരൂപമായിട്ടുള്ള സുഖം നന്നായി പ്രകാശിക്കുന്നത് എന്ന് താല്പര്യം. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അന്ധകരണം
രാഗദ്വേഷങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ തമോ രജോ ഗുണങ്ങളെ കൊണ്ട് കലുഷിതമായിരിക്കും. ആ കലുഷിതമായിട്ടുള്ള അവസ്ഥയിൽ ആത്മസ്വരൂപം മറഞ്ഞിരിക്കുകയാണ്. അപ്പൊ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരിക്കലും സുഖം കിട്ടാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ് കർമ്മങ്ങളെ ഒഴിവാക്കി നിവൃത്തരായിരിക്കുമ്പോഴാണ് സുഖം എന്ന് ഞാൻ മനസ്സിലാക്കി. വലിയ സീക്രട്ടാണ്. ഈ സീക്രട്ട് അറിയാത്തതുകൊണ്ടാണ് എല്ലാവരും കർമ്മത്തിലാണ് സുഖം, കർമ്മം കൊണ്ട് നേടേണ്ടതാണ് സുഖം എന്ന് വിചാരിച്ച് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വാസ്തവത്തിൽ നമുക്ക് എപ്പോഴാണ് സുഖം കിട്ടാറ്? ഒന്ന് നല്ലോണം ചിന്തിച്ചാല്, രാത്രിയിൽ ഉറങ്ങുമ്പോൾ കർമ്മം വല്ലതുണ്ടോ? നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു കർമ്മവും ചെയ്യുന്നില്ല. അനുഭവമോ സുഖം ദിവസവും അനുഭവിക്കുന്നുണ്ട്. നന്നായി ഉറങ്ങിയാൽ നമ്മൾ പറയുന്നത് സുഖമായി ഉറങ്ങി എന്നാണ്. അപ്പൊ ഒരു പണിയും ചെയ്യാതെ സുഖമായി ഉറങ്ങിയപ്പോഴാണ് സുഖം. ഇനി നമ്മള് ഓരോ ദിവസവും അധ്വാനിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അത് കഴിഞ്ഞിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഓരോ ജോലിക്ക് പോകുന്നത് വൈകുന്നേരം ആവാൻ വേണ്ടിയിട്ടാ. എങ്ങനെയെങ്കിലും ഒന്ന് വൈകുന്നേരം ആയിട്ട് വേണം ഒന്ന് വിശ്രമിക്കാൻ, നിവർത്തിക്കാൻ. നിവർത്തിയിലാണ് സുഖം, പ്രവൃത്തിയിൽ സുഖമില്ല, ആർക്കുമില്ല. ഒരാഴ്ച അധ്വാനിക്കുന്നത് ഞായറാഴ്ച ആവാൻ വേണ്ടിയിട്ടാ, അല്ലേ? ആഴ്ചയിൽ 4-5 ദിവസം, 5-6 ദിവസം നമ്മൾ ജോലിയെടുക്കുന്നു. എന്നിട്ട് ഹോളിഡേസിന് വേണ്ടി കാത്തിരിക്കുക, ആനുവൽ വെക്കേഷന് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ എല്ലാവർക്കും വേണ്ടത് എന്താണ്? നിവൃത്തിയാണ് വേണ്ടത്. കർമ്മങ്ങളിൽ നിന്നുള്ള മോചനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോഴേ സുഖമുള്ളൂ എന്നറിയാം. അപ്പോഴാണ് സുഖം. എല്ലാ കർമ്മങ്ങളിൽ നിന്നും നിവർത്തിച്ചിരിക്കുന്നതാണ് സുഖം. കാരണം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ അന്ധഃകരണം വളരെ കലുഷിതമാണ്. അത് നമ്മുടെ ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നു. നമ്മുടെ സ്വരൂപമാണ് സുഖം, ആത്മാവിന്റെ സ്വരൂപമാണ് സുഖം. അതിനെ മറയ്ക്കുന്നതാണ് ഈ കർമ്മങ്ങളും കർമ്മവാസനകളും ആഗ്രഹങ്ങളും എല്ലാം. അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് വിചാരം ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി കുറഞ്ഞു 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 വരും. അത്യാവശ്യം വേണ്ട പ്രവൃത്തി മാത്രമാവും. അത്യാവശ്യം ശരീരം നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ശുചി വേണമെങ്കിൽ മതി. അതൊക്കെ കുറഞ്ഞു 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 വരും. ഡിമാൻഡ്സ് കുറഞ്ഞു 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 വരും അറിയാം. ആവശ്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മൾ വിചാരം ചെയ്യും തോറും ഇപ്പൊ ആവശ്യമില്ലാത്തതൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകും. മറ്റുള്ളവരോട് താരതമ്യം ചെയ്ത് മത്സരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വീട്ടുകാര് ഇന്നതൊക്കെ വാങ്ങിച്ചു, എനിക്കും അതുണ്ടെങ്കിലേ സുഖമാവുള്ളൂ എന്നുള്ള ധാരണ, ആ തെറ്റിദ്ധാരണയാണ് നമ്മളെ സമ്പാദിക്കാൻ വേണ്ടി ഓടിപ്പിക്കുന്നത്. നല്ലോണം വിചാരം ചെയ്യുന്നവരാണെങ്കിൽ മിണ്ടാതിരിക്കലാണ് സുഖം എന്ന് മനസ്സിലാകും. ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് സുഖമല്ല. ദിവസവും ഇങ്ങനെ മത്സരിച്ച് ഓടിക്കൊണ്ടേയിരുന്നാല് അത് ദുഃഖം തന്നെയാണ് എന്ന് വകതിരിവ് ഉണ്ടാവണം. അപ്പൊ ഇവിടെ ഞാന് സുഖം അസ്യ ആത്മനഃ രൂപം സർവ ഈഹ ഉപരതിഹി തനുഹു. എന്റെ ഓരോരുത്തരുടെയും ആത്മാവിന്റെ സ്വരൂപമാണ് സുഖം. ക്രിയകളിൽ നിന്നുള്ള ഈഹകളിൽ നിന്നുള്ള ഉപരതിയാണ് അതിനെ വിസ്തരിക്കുന്നത്, ആ സുഖത്തെ പ്രകാശിപ്പിക്കുന്നത്. ഭോഗാൻ മനസ്സംസ്പർശജാൻ ദൃഷ്ട്വ സംവിശൻ സ്വപ്സ്യാമി. ഭോഗങ്ങളെ, ലോകത്തിൽ കാണുന്ന ഭോഗങ്ങളെ മനസ്സംസ്പർശജാൻ ദൃഷ്ട്വ, മനസ്സിന്റെ സംസ്പർശത്തിൽ നിന്ന് ഉണ്ടാകുന്നവയാണ്, ജനിക്കുന്നവയാണെന്ന് ദൃഷ്ട്വ മനസ്സിലാക്കി, സംവിശൻ ഒരു ഭാഗത്ത് പ്രവേശിച്ചവനായി, സ്വപ്സ്യാമി ഞാൻ സുഖമായി ശയിക്കുന്നു, ഉറങ്ങുന്നു. അപ്പൊ ഭോഗങ്ങള് നമ്മുടെ മനസ്സിന്റെ
സംസ്പർശകങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വിചാരത്തിൽ നിന്ന്, അതിനെക്കുറിച്ചിട്ടുള്ള ആലോചനകളിൽ നിന്ന്, സംഘത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. നമ്മുടെ ചിത്തമാണ് അഥവാ മനസ്സാണ് വിഷയങ്ങളിൽ സുഖമുണ്ട് എന്ന് കൽപ്പിക്കുന്നത്. മനസ്സിന്റെ സൃഷ്ടിയാണ് വിഷയസുഖം. ഇന്ന വസ്തു സുഖമുള്ളതാണ് എന്ന് ആരുടെയെങ്കിലും മനസ്സ് പറയുമ്പോഴാണ് അയാൾ അതിനുവേണ്ടി പ്രയത്നം ചെയ്യുന്നത്. അപ്പൊ ഈ മനസ്സിനെ വേണ്ട എഡ്യൂക്കേഷൻ കൊടുത്ത്, അവയർനെസ് കൊടുത്ത്, വിഷയങ്ങളിൽ ഇല്ലാത്ത സുഖം ഉണ്ടെന്ന് ആരോപിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കണം. ഈ മനസ്സാണ് വിഷയങ്ങളെ ധ്യാനിക്കുന്നതും അവയോട് സംഘമുണ്ടാക്കുന്നതും അതിൽ കാമമായി ഭവിക്കുന്നതുമെല്ലാം. അല്ലെ? ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ സംഘാത് സഞ്ജായതേ കാമഃ. പിന്നെ ബാക്കി കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ. അത് പോകുന്നു. അപ്പൊ എവിടുന്നാണ് ഈ വിഷയങ്ങളിൽ സുഖമുണ്ട് എന്നുള്ള ആ ഒരു തെറ്റായ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത്? നമ്മുടെ മനസ്സാണത് സങ്കല്പിക്കുന്നത്. അതാണ് മനസ്സ് സംസ്പർശജാൻ ഭോഗാൻ. മനസ്സിന്റെ ചിന്തയിൽ നിന്ന് ജനിക്കുന്നതാണ്, സങ്കല്പങ്ങളിൽ നിന്ന് ജനിക്കുന്നതാണ് ഭോഗങ്ങൾ. ഈ ഭോഗം സുഖം തരുന്നതാണ്, ഈ ഭോഗം അനുഭവിച്ചാൽ എനിക്ക് സുഖമുണ്ടാകും എന്ന് നമ്മുടെ മനസ്സാണ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ മനസ്സിനെ നമ്മൾ തിരിച്ചും വിവേകം ചെയ്ത് നിയന്ത്രിച്ചാൽ ആ മനസ്സടങ്ങും. മനസ്സിൽ വാസനകൾ, വിഷയവാസനകൾ, ആഗ്രഹങ്ങൾ പൊങ്ങി വരുന്നത് ഇല്ലാതെയാവും. ഇവിടെ ഞാനത് മനസ്സിലാക്കി, ഈ മനസ്സിന്റെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കി, അഹം സ്വപ്സ്യാമി, ഞാൻ സുഖമായി ഉറങ്ങുന്നു. അപ്പൊ നമ്മുടെ കപില ഭഗവാൻ പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ ആശയം. ചേതക്കൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം ബന്ധായ വിഷയാസക്തം രഥം വാ പുംസി മുക്തയേ. ചേതഃ ഖലു അസ്യ ബന്ധായ മുക്തയേ ച ആത്മനോ മതം. കപില ഭഗവാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സാണ് നമ്മുടെ ബന്ധനത്തിനും കാരണം, മുക്തിക്കും കാരണം. ബന്ധായ വിഷയാസക്തം, വിഷയാസക്തമായ മനസ്സ് ബന്ധന കാരണം, ദുഃഖ കാരണമാകുന്നു. രഥം വാ പുംസി, ആ പുമാനിൽ ഈശ്വരനിൽ രമിക്കുന്ന മനസ്സ്, സച്ചിദാനന്ദ സ്വരൂപനായ ആത്മസ്വരൂപനായ ഭഗവാനിൽ രമിക്കുന്ന മനസ്സ് മുക്തിക്കായിക്കൊണ്ട് ഭവിക്കുന്നു. അപ്പോ വിഷയങ്ങളിൽ രമിക്കുന്നതായിട്ടുള്ള മനസ്സാണ് നമ്മുടെ ഉള്ളിൽ കാമങ്ങളെ വളർത്തി നമ്മളെ കർമ്മങ്ങളിലേക്ക് ഉന്തിത്തള്ളി വിടുന്നത്. എന്നാൽ ആനന്ദസ്വരൂപനായ ആത്മസ്വരൂപനായ ആ ഭഗവാനോട് മനസ്സ് ചേരുമ്പോൾ, ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ഈ വിഷയ ആസക്തികളിൽ നിന്ന് മനസ്സ് തിരിഞ്ഞു വരുന്നു, അത് സുഖം തരുന്നു. അപ്പൊ ഞാനിവിടെ സുഖമായി ഉറങ്ങുന്നത് ഈ മനസ്സിനെ വിഷയങ്ങളെ ചിന്തിക്കാൻ അനുവദിക്കാതെ അതിനെ ആത്മോന്മുഖമാക്കി ഞാൻ ശയിക്കുന്നു. എന്നിലേക്ക് മനസ്സിനെ അന്തർമുഖമാക്കിക്കൊണ്ട് ഉള്ളിലുള്ള ആത്മസ്വരൂപത്തെ, ആനന്ദസ്വരൂപത്തെ അനുഭവിക്കുവാനായിക്കൊണ്ട് ആ മനസ്സിനോട് പറഞ്ഞ് മനസ്സിപ്പോ അന്തർമുഖമായി ആ അവനവന്റെ ആത്മസുഖം അതിനെ ആസ്വദിച്ചുകൊണ്ട് ശയിക്കുകയാണ്. ഞാൻ ബഹിർമുഖനല്ല, ഞാൻ അന്തർമുഖനാണ്. അന്തർമുഖനായി സുഖമായി ഉറങ്ങുന്നു. അതാണ് സുഖം അസ്യാത്മനോരൂപം സർവ ഈഹാ ഉപരതിസ്തനുഹു മനസ്സംസ്പർശജാൻ ദൃഷ്ട്വാ ഭോഗാൻ സ്വപ്സ്യാമി സംവിശൻ. ഇപ്പൊ ഭോഗങ്ങളെല്ലാം മനസ്സിന്റെ സങ്കല്പങ്ങളിൽ നിന്ന്, സംസ്പർശങ്ങളിൽ നിന്ന് ജനിക്കുന്നവയാണ്. ഭോഗങ്ങൾ സുഖം നൽകുന്നതാണ് എന്നത് നമ്മുടെ വെറും ധാരണ മാത്രമാണ്. വാസ്തവത്തിൽ ഭോഗങ്ങളിലൊന്നും സുഖമില്ല. ഇത് മനസ്സിലാക്കി അതുകൊണ്ട് ഞാൻ വിഷയങ്ങളുടെ പുറകെ പോകുന്നില്ല,
ഞാൻ എന്നിലേക്ക് ഒതുങ്ങി സുഖമായി ഉറങ്ങുന്നു. ഇത്യേതദാത്മനസ്വാർത്ഥം സന്തം വിസ്മൃത്യ വൈ പുമാൻ വിചിത്രാം അസതിദ്വൈതേ ഘോരാമാപ്നോതി സംസൃതിം. ഇത്യേതദാത്മനസ്വാർത്ഥം സന്തം വിസ്മൃത്യ വൈ പുമാൻ വിചിത്രാം അസതിദ്വൈതേ ഘോരമാപ്നോതി സംസൃതിം. ഇതി ഏതത് ആത്മനഃ സ്വാർത്ഥം സന്തം വിസ്മൃത്യ. ഇത് ഇപ്രകാരം ഏതത് ആത്മനഃ സ്വാർത്ഥം സന്തം, ഏതത് ആത്മനഃ ഈ ആത്മാവിന്റെ സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ സ്വകീയമായ പുരുഷാർത്ഥം, അത് അവനവന്റെ സ്വരൂപം തന്നെയാണ്. അങ്ങനെ സ്വരൂപമായിരിക്കുന്ന പുരുഷാർത്ഥത്തെ വിസ്മൃത്യ, അതിനെ മറന്നിട്ടാണ്, വിസ്മരിച്ചിട്ടാണ് പുമാൻ ഓരോ മനുഷ്യരും അസതിദ്വൈതേ, അസത്തായ വാസ്തവത്തിലില്ലാത്ത പരമാർത്ഥത ഇല്ലാത്തതായിട്ടുള്ള ഈ ദ്വൈതമായിരിക്കുന്ന ഭാവങ്ങളിൽ വിചിത്രാം ഘോരാം സംസ്മൃതിം ആപ്നോതി. വിചിത്രങ്ങളായിരിക്കുന്ന നാനാവിധങ്ങളായിരിക്കുന്നതും ഘോരാം ഭയങ്കരയുമായ സംസ്കൃതിയെ, സംസാരത്തെ ആപ്നോതി, പ്രാപിക്കുന്നു. അപ്പൊ ലോകം ഈ വിചാരം ചെയ്യാതെ, നിവൃത്തിയിലാണ് സുഖം എന്നുള്ളത് അറിയാതെ, അവനവന്റെ ഉള്ളിലെ ആത്മസ്വരൂപമാണ് സുഖം എന്നറിയാതെ അവനവനെ മറന്ന്, ആത്മസ്വരൂപത്തെ മറന്ന്, സുഖസ്വരൂപത്തെ മറന്ന് ബഹിർമുഖരായി ഈ നാനാനാമരൂപാത്മകമായ അസത്തായ ഈ ലോകത്തിൽ സുഖത്തിനായിക്കൊണ്ട് അലയുന്നു. ആ അലച്ചിലിനെയാണ് സംസ്കൃതി എന്നിവിടെ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. വിചിത്രങ്ങളായ അനുഭവങ്ങളും ഘോരങ്ങളായ അനുഭവങ്ങളും. ഘോരം എന്ന് പറഞ്ഞാൽ ഭയങ്കരങ്ങളായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോ ഈ ജീവാത്മാവ് തന്റെ സ്വരൂപം ആണ് സുഖം എന്ന് അറിഞ്ഞ് അതിനെ പ്രാപിക്കലാണ് തന്റെ പുരുഷാർത്ഥം. പുറത്തെവിടെയുമല്ലാതിരിക്കുന്നത് സ്വാർത്ഥം സന്തം. സന്തം എന്ന് പറഞ്ഞാൽ സത്തായിരിക്കുന്നത്, സ്വാർത്ഥം സ്വകീയ പുരുഷാർത്ഥം. അപ്പൊ തന്റെ പരമമായ പുരുഷാർത്ഥമായി ഉണ്മയായി എന്നും തന്റെ കൂടെ ഇരിക്കുന്ന ഈ ആത്മാവിനെ മറന്നുകൊണ്ട് ദ്വൈതത്തിൽ ഭ്രമിച്ചുകൊണ്ട് സംസാരത്തെ പ്രാപിക്കുന്നു എല്ലാ ജീവന്മാരും. സുഖസ്വരൂപമാണ് ആത്മാവ് എന്നുള്ളത് മറന്നതാണ് സംസാര കാരണം. അത് കാരണമാണ് കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തന്നെ ദൃഷ്ടാന്ത സഹിതം പറഞ്ഞു തരികയാണ്. ജലം തദുദ്ഭവൈശ്ചന്നം ഹിത്വാ അജ്ഞോ ജലകാമ്യയ മൃഗതൃഷ്ണാമുപാധാവേത് യഥാന്യത്രാർത്ഥദൃക് സ്വതഃ. ജലം തദുദ്ഭവൈശ്ചന്നം ഹിത്വാജ്ഞോ ജലകാമ്യയ മൃഗതൃഷ്ണാമുപാധാവേത് യഥാന്യത്രാർത്ഥദൃക് സ്വതഃ. ജലം തദുദ്ഭവൈഃ ഛന്നം ഹിത്വാ അജ്ഞഃ ജലകാമ്യയ മൃഗതൃഷ്ണാം ഉപാധാവേത്. ഒരു ഉദാഹരണമാണിത്. യഥാ യഥാ എന്ന് പറയുമ്പോൾ എപ്രകാരമാണോ അതുപോലെ സ്വതഃ അന്യത്ര അർത്ഥദൃക് പുമാൻ. ദൃഷ്ടാന്തമാണ്. എന്താ ദൃഷ്ടാന്തം പറയുന്നത്? ജലം തദുദ്ഭവൈഃ ഛന്നം. ജലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കുളവാഴ അല്ലെങ്കിൽ പായല്, ഇതൊക്കെ ജലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ആ ജലത്തിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള കുളവാഴ കൊണ്ട് ഒരു ജലാശയം പൂർണ്ണമായി മൂടിക്കിടക്കുകയാണ്, ഛന്നമായി കിടക്കുന്നു. അപ്പൊ അതിന്റെ അടിയിൽ വെള്ളമുണ്ടോ? അറിയുന്നവർക്കറിയാം. കാരണം ആ മുകളിൽ കിടക്കുന്ന സാധനം കുളവാഴയാണെന്ന് അറിയണം. വെള്ളത്തിന്റെ മുകളിൽ വളരുന്ന ചെടിയാണ് കുളവാഴ. അത് വെള്ളമുള്ളിടത്തേ ഉണ്ടാവുള്ളൂ. വെള്ളമില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകുന്നതാണ്.
അപ്പൊ അടിയിൽ വെള്ളമുണ്ട് എന്ന് അതിനെക്കുറിച്ച് അറിവുള്ളവർക്ക്, പരിചയമുള്ളവർക്ക് അറിയാം. ഇതുവരെ അങ്ങനൊരു സാധനം കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവാം, അല്ലേ? നമ്മുടെ ഇന്നത്തെ പട്ടണങ്ങളിൽ, ഫ്ളാറ്റുകളിൽ മാത്രം ജീവിക്കുന്ന ജീവികൾക്ക് നാട്ടുംപുറങ്ങളിലൊക്കെ വന്നാൽ ഈ അബദ്ധം സംഭവിക്കാം. വലിയ സിറ്റികളിൽ ഫ്ളാറ്റിന്റെ 100-ാം നിലയിലോ 120-ാം നിലയിലോ ഒക്കെ താമസിച്ച് അത്യാവശ്യത്തിന് മാത്രം പുറത്തേക്ക് പോയി ലോകമേ കണ്ടിട്ടില്ലാത്ത കിണറ്റിലെ തവളകളായിട്ടുള്ള എത്രയോ ആളുകളുണ്ടെന്ന്. പ്രകൃതി എന്താണെന്നേ അവർക്ക് അറിയില്ല, നിർഭാഗ്യവാന്മാർ, അല്ലേ? അങ്ങനെയുള്ള കുട്ടികളെ നാട്ടിൻപുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനൊരു ജലാശയത്തിൽ കുളവാഴ മൂടിയിരിക്കുന്നിടത്ത് അവർ വന്നാലും അവർ വിചാരിക്കും അതൊരു പുൽമൈതാനമാണ് എന്ന്. ഓടി ആ പുൽമൈതാനത്തേക്ക് പോയി വെള്ളത്തിൽ മുങ്ങി ചാവാം. സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ തദുൽഭവൈശ്ചന്നം ജലം ഹിത്വ അജ്ഞോ ജലകാമ്യയ, ഈ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത അജ്ഞൻ ജലകാമ്യയ, വെള്ളം ദാഹിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി മൃഗതൃഷ്ണാം ഉപാധാവേത്. മൃഗതൃഷ്ണ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലുള്ളതായിട്ടുള്ള ആ ജലത്തിന്റെ തോന്നൽ, മൃഗങ്ങൾക്ക് തൃഷ്ണയുണ്ടാക്കുന്ന, ദാഹമുണ്ടാക്കുന്നതായിട്ടുള്ള ജലാശയം ഉണ്ടെന്നുള്ളതായിട്ടുള്ള തോന്നൽ. അപ്പൊ മരുഭൂമിയിൽ നല്ല വെയിലത്ത് മണലിങ്ങനെ വെട്ടിത്തിളങ്ങുമ്പോൾ അതിന്റെ ആ ഒരു റേഡിയേഷൻ തരംഗ രൂപത്തില് ആവി പറക്കണ്ടാവും. അപ്പൊ ദൂരത്തുനിന്ന് കാണുമ്പോൾ അത് ഒരു വെള്ളത്തിന്റെ ഓളമാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടേക്ക് ഓടിപ്പോകുന്നു. മൃഗങ്ങളാവാം, മനുഷ്യരാവാം, മൂടന്മാരായിട്ടുള്ള മനുഷ്യരാവാം. എവിടുന്നാ പോണത്? ഈ നിറയെ വെള്ളമുള്ളിടത്തുനിന്ന്. നിറയെ വെള്ളമുള്ളിടത്ത് അത് കവേർഡാണ്, കുളവാഴ കൊണ്ട് കവേർഡായതുകൊണ്ട് വെള്ളമുണ്ട് എന്ന് അറിയാത്തത് കൊണ്ട് മറ്റൊരു ഭാഗത്ത് ഇല്ലാത്ത വെള്ളം ഉണ്ടെന്ന് തോന്നി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മൃഗതൃഷ്ണാം ഉപാധാവേത് യഥാ. അപ്രകാരമാണ് അന്യത്ര അർത്ഥദൃക് സ്വതഃ. സ്വതഃ അന്യത്ര, സ്വതഃ തന്നിൽ നിന്ന്, അന്യത്ര പരത്ര മറ്റൊരു ഭാഗത്ത്, അർത്ഥദൃക്ക് പ്രയോജനത്തെ ദർശിക്കുന്നവൻ. അപ്പൊ തന്റെ ഉള്ളില് ആനന്ദ സ്രോതസ്സിരിക്കെ, തന്റെ സ്വരൂപമാണ് ആനന്ദം എന്നിരിക്കെ, അതിനെ അറിയാതെ, തന്റെ ആത്മാവിനെ കുറിച്ച് ഒരറിവുമില്ലാതെ, ആത്മാവിന്റെ സ്വരൂപമാണ് ആനന്ദം എന്നറിയാതെ ഈ മൃഗതൃഷ്ണയ്ക്ക് പുറകെ പോകുന്ന മൂടന്മാരെ പോലെ ലോക വിഷയങ്ങളുടെ പുറകെ, വസ്തുത അത് സുഖമുള്ളതാണ് എന്നുള്ളതായിട്ടുള്ള തെറ്റിദ്ധാരണയോടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ സ്വരൂപം, നമ്മുടെ അജ്ഞാനത്താൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ, ദേഹം, ഇതൊക്കെയായിട്ടുള്ള താതാത്മ്യം കൊണ്ട് ഒക്കെ മറഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള സ്വരൂപ ആനന്ദം അജ്ഞാനത്താൽ മറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ അറിയാതെ, അതിനെ വിട്ടിട്ട് ബാഹ്യവിഷയങ്ങളിൽ സുഖം തിരയുന്നു. ഇത് ഉദാഹരണം പറഞ്ഞതാണ്. ജലം തദുദ്ഭവൈശ്ചന്നം ഹിത്വാജ്ഞോ ജലകാമ്യയ മൃഗതൃഷ്ണാമുപാധാവേത് യഥാ അന്യത്ര അർത്ഥദൃക് സ്വതഃ. അപ്പൊ ഇതുപോലെയാണ് മനുഷ്യരുടെ പ്രവൃത്തി. അവരുടെ സുഖം എവിടെയാണെന്ന് അറിയാതെ സുഖത്തിനായിക്കൊണ്ട് അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഇനി ഇതിന്റെ കൂടുതൽ വിസ്താരം അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നു. നമുക്ക് നാളെ കാണാം. ഇന്നിവിടെ നിർത്തുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി.